കൊട്ടിയൂർ എന്ന ക്ഷേത്രം കാലങ്ങളായി വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഒരു പരിധിവരെയെങ്കിലും വിശ്വാസികൾക്ക് ബോധ്യവുമുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാലാനുസരണമായി മാറാറുമുണ്ട്. പക്ഷേ ഇത് എന്താണ്, ഒരു ബന്ധവുമില്ലാത്ത ഒരു ആചാരം അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നിനെയാണ് അവിടെ അവതരിപ്പിക്കുന്നത് എന്നതാണ്. എന്താണ് ഈ വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം? ഒപ്പം ഈ ആചാരത്തിലേക്ക് കടക്കുമ്പോൾ അവരെന്താണ്, ഈ ആചാരത്തെ പിന്തുണയ്ക്കുന്നവർ എന്താണ് പറയുന്നത്? അഭിലാഷേ, ഈ വൈശാഖ യാഗ മഹോത്സവം അത് കൊട്ടിയൂരിൽ വളരെ പ്രധാനമാണ്. നമുക്കറിയാം, ലക്ഷങ്ങളാണ് ഈ ഒരു 27 ദിവസം കൊട്ടിയൂരിൽ ദർശനം തേടിയെത്തുന്നത്. അത് കേരളത്തിൽ നിന്ന് വരുന്നു, കേരളത്തിന് പുറത്തു നിന്നും വരുന്നു. അങ്ങനെ ഈ ഉത്സവത്തിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ കർണാടകയിൽ നിന്നുള്ള TM ഷാഹിദ് തെക്കിൽ എന്ന് പറയുന്ന ഇയാൾ ഒരു 4ഓളം പേരുമായി ഇവിടെ എത്തുന്നത്. പൊതുവെ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവരെയും ദേവസ്വം ബോർഡ് ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഒരു ഏർപ്പാടാണുള്ളത്. അങ്ങനെ ഇവരെ സ്വീകരിക്കുന്നു. പക്ഷേ അക്കരെ കൊട്ടിയൂരിലേക്ക് പോയ ഇവർ ബാവലി പുഴയിലെത്തിയതിനു ശേഷം അവിടെ കല്ലിട്ട് അതായത് ഇവർ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു ആചാരമുണ്ടായിരുന്നു, അതിന് അവകാശം മുസ്ലിം സമുദായത്തിനെന്നാണ്. അങ്ങനെ അവിടെ കല്ലിടുന്നു. ആ കല്ലിടുന്ന ദൃശ്യം ഇവർ തന്നെ ചിത്രീകരിക്കുന്നു. വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് ഈ ക്ഷേത്രത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ഒരു നീക്കം നടക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. മുസ്ലിം സമുദായത്തിന് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ യാതൊരു അവകാശവുമില്ല. ഇങ്ങനെയൊരു ആചാരം ഇവിടെ ഇതിനു മുമ്പൊന്നും നടന്നിട്ടില്ല. ഇത് വ്യാജമായി ഇങ്ങനെ ഇല്ലാത്തൊരു ആചാരം ഇവിടെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നെത്തിയ സംഘമാണ് ഇങ്ങനെയൊരു സംഭവം നടത്തിയിട്ടുള്ളത്. ഈ സംഭവത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകളിലൊന്നും ഇതുവരെ പ്രതികരിച്ച് കാണുന്നില്ല. ഏതായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ശബരിമലയിൽ ബാബർ എങ്ങനെയാണോ അതുപോലെയാണ് ഈ കൊട്ടിയൂരിലെ ഈ ബാവലി കെട്ട് എന്ന് പറയുന്ന ചടങ്ങ് എന്നാണ് ഇയാൾ അവകാശപ്പെട്ടിരുന്നത്. അങ്ങനെ ഈ ചടങ്ങ് നടത്തിയതിനു ശേഷം ഇയാൾ ഇവിടുന്ന് തിരിച്ചു പോവുകയായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം മുതൽ ഈ കർണാടകയിൽ നിന്നും വലിയ തോതിൽ ഈ ഭക്തർ കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഇത് മുതലാക്കി ഇങ്ങനെ ഒരു ശ്രമമായി മുന്നോട്ട് വന്നതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. അതോടൊപ്പം വിവിധ ഹൈന്ദവ സംഘടനകളും ശക്തമായ എതിർപ്പുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇല്ലാത്ത ആചാരത്തിന്റെ പേരിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്ന് ഇവർ സംശയിക്കുന്നു. അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആചാരവും ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടില്ല എന്നതിനെ അവർ കൃത്യമായി പറയുമ്പോൾ ഈ ആചാരം മുടങ്ങിപ്പോയ ആചാരം അതിന്റെ സ്മരണ പുതുക്കാനാണ് തങ്ങൾ എത്തിയതെന്നും ഈ ബാവലി പുഴയിൽ ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നു. അതായത് ബാവലി കെട്ട് എന്ന പേരുള്ള ഒരു ചടങ്ങ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായതാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടന്നിട്ടില്ല. വ്യാജമായി ഇങ്ങനൊരു ആചാരം എന്തിനാണ് ഇവിടെ ഉണ്ടാക്കിയതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കൊട്ടിയൂർ ദേവസ്വം ബോർഡ്. അതോടൊപ്പം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തുണ്ട്. താക്കീത് തന്നെ ഇവർ നൽകുന്നുണ്ട്. ഇത്തരമൊരു ശ്രമം ഉണ്ടായാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇത് കർണാടകയിൽ നിന്നുള്ള സംഘമാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഈ ഒരു ആചാരം നടത്തിയതിന്റെ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം ഇവർ ബാവലി പുഴയിൽ ഇറങ്ങിയതിനു ശേഷം അവിടെ ഈ കല്ലുകൾ ഇടുന്ന ആ ഒരു ദൃശ്യം. ഈ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ചടങ്ങ് അതിന്റെ സ്മരണ പുതുക്കാനാണ് തങ്ങൾ എത്തിയെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഇത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധത്തിനുമാണ് ഇപ്പോൾ വഴിവെച്ചിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധ പരിപാടി ഇത്തരത്തിൽ നീക്കങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കേളകം പോലീസിൽ എത്തിയ ഇയാളൊരു ക്യാബിനറ്റ് പദവി കൂടിയുള്ള ഒരാളാണ്. അങ്ങനെ പോലീസ് സംരക്ഷണത്തോടുകൂടിയാണ് ഇവിടെ വരുന്നത്. ഈ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് ഉൾപ്പെടെ, അതായത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പോകാമെന്നതാണ് കൊട്ടിയൂരിലൊരു പ്രത്യേകത. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു 27 ദിവസം നടക്കുന്ന ചടങ്ങ് അതിൽ പല ദിക്കിൽ നിന്നും ആളുകൾ വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ആ ഒരു ആൾക്കൂട്ടത്തിനിടയിലാണ് ഇവർ അവിടെ വരുന്നത്. പിന്നീട് അക്കരെ കൊട്ടിയൂർ. ശരി, അവിടെ ബൈജു ഒരു സംശയമുള്ളത്, അതായത് നമുക്കറിയാമല്ലോ ഈ ഹൈന്ദവ ആചാരങ്ങളുടെ ഒരു പ്രത്യേകത എന്നത് അത് ഒരു പക്ഷേ എഴുതപ്പെട്ട ആചാരങ്ങളൊന്നും ആകണമെന്നില്ല, സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാകാം, അല്ലെങ്കിൽ ഇന്നലകളിൽ തുടരുന്നതിൻ്റെ ഒരു തുടർച്ച, ഇന്നലകളിൽ ചെയ്തിരുന്ന ആചാരത്തിൻ്റെ തുടർച്ച, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഹൈന്ദവ ആചാരങ്ങൾ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഹൈന്ദവ ആചാരങ്ങളോട് ചിലപ്പോൾ മറ്റു മത ആചാരങ്ങൾ കൂടി ചേർത്ത് വെക്കുന്നുണ്ട് എന്നാണ് ബൈജു തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ ബാബർ പള്ളിയിൽ കൂടി കയറുന്ന ഒരു വിശ്വാസം, അതൊരു പക്ഷേ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അവിടെയാണല്ലോ ഈ കൊട്ടിയൂരിലേക്ക് ഇങ്ങനെയൊരു ആചാരത്തെ അവതരിപ്പിക്കുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ മിത്തുകളിൽ പോലും അങ്ങനെയൊന്ന് കാണുന്നുണ്ടോ, അതല്ല എങ്കിൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ഒപ്പം ഒരു കുടുംബം മാത്രമാണോ ഈ ഒരു അവകാശവാദവുമായി രംഗത്ത് വന്നിട്ടുള്ളത്, അതെയോ ഏതെങ്കിലും സംഘടനയോ വിഭാഗമോ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഇല്ല, ഇതൊരു കുടുംബം മാത്രമാണ് ഇത്തരത്തിലൊരു ആചാരം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാബിനറ്റ് പദവിയുള്ള കർണാടകയിൽ നിന്നുള്ള TM ഷാഹിദ് തെക്കിൽ എന്ന് പറയുന്ന ഇയാളുടെ നേതൃത്വത്തിൽ 4ഓളം പേർ മാത്രമാണ് ഇങ്ങനെ ഇവിടെ എത്തിയതും ഈ ചടങ്ങ് നടത്തിയതും. 80 വർഷം ഇവിടെ ഈ അമ്പലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ ഇപ്പോൾ ഉണ്ട്. അവർ പറയുന്നത് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ നേരത്തെ ഉണ്ടായ ഒരു ചടങ്ങല്ല. അങ്ങനെ മുസ്ലിം സമുദായത്തിന് കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങും ആചാരവും ഇതിനു മുമ്പ് കേട്ടിട്ട് പോലുമില്ല എന്നാണ് പഴമക്കാർ പോലും പറയുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് ഇങ്ങനൊരു ആചാരമുണ്ടെന്ന് പറയുകയും ആ ആചാരം അവിടെ നടത്തി തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായതെന്ന ഒരു ചോദ്യമാണ് ഉയർന്നത്. അത് ഏതായാലും ഗൗരവത്തോടു കൂടി തന്നെയാണ് ദേവസ്വം ബോർഡും എടുത്തിട്ടുള്ളത്. കാരണം ഹിന്ദു ആചാരങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ ബാധ്യസ്ഥപ്പെട്ടവരാണ്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം മതസ്പർദ്ധ ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന നടപടികൾ അതിനെതിരെ കൃത്യമായ ഇടപെടുമെന്ന് തന്നെ ദേവസ്വം ബോർഡും വ്യക്തമാക്കി കഴിഞ്ഞു. ഈ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ ഇതിൽ അവകാശവാദം ഉന്നയിക്കോ അല്ലെങ്കിൽ ഇത്തരം ഒരു ആചാരം നേരത്തെ ഉണ്ടായെന്ന് പറഞ്ഞോ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ചടങ്ങ് ഒരു മുസ്ലിം സമുദായത്തിൽ BJP നേതാവ് രഞ്ജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.